ഹായ്, ഹലോ. ഇതെന്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. റീബർത്ത് എന്നാണ് ചാനലിന്റെ പേര്. എന്റെ പേര് സൂര്യ മോഹൻ. ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരാളുടെ ജീവിതത്തിൽ ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ നടക്കുവോ, മാനിഫെസ്റ്റേഷൻ സംഭവിക്കുവോ, ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ ചാനൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള പ്രധാന കാരണം എന്റെ ലൈഫ് തന്നെയാണ്. ഒരുപാട് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു കയറിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആക്സിഡന്റ് രൂപേണ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ ഇൻസിഡൻസ് അത് ഒടുവിൽ വലിയ വലിയ ഇൻസിഡൻസ് ആയി മാറുകയും അതിൽ നിന്നൊക്കെ വളരെ അത്ഭുതകരമായ രീതിയിൽ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പുറത്തു വരികയും ചെയ്തു. ഇപ്പൊ ലൈഫിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പോലും കാരണം ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനുമാണ്. അപ്പൊ അതിന് മുന്നായിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഫസ്റ്റ് ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഞാൻ പറയാം. ഒരു 13 വയസ്സുള്ളപ്പോൾ എനിക്കൊരു ചെറിയൊരു വീഴ്ച. ആ വീഴ്ചയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്നേരം ബാക്കിൽ ഡിസ്കിന്റെ എൻഡിങ്ങിന്റെ അവിടെ ആയിട്ട് ഭയങ്കര വേദന തോന്നിയെങ്കിലും ഞാൻ അത് ആരോടും പറഞ്ഞില്ല, ആരോടും ഷെയർ ചെയ്തില്ല. ഞാന് എണീറ്റ് നടന്ന് വീട്ടിൽ പോയി. പിന്നെ ഒരാഴ്ചക്ക് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിടന്നു പോകുന്ന സിറ്റുവേഷനാണ് ഉണ്ടായത്. ആ കിടപ്പിൽ നിന്ന് ഒരു 4 വർഷം വേണ്ടി വന്നു ഞാൻ റിക്കവർ ആയി വരാൻ വേണ്ടി. ഒരുപാട് ആശുപത്രികളിൽ കൊണ്ടുപോയി, ഒരുപാട് അമ്പലങ്ങളിൽ കൊണ്ടുപോയി. ഓരോരുത്തരും പറഞ്ഞു തരുന്ന ഒരുപാട് ജ്യോതിഷിമാരുടെ അടുത്ത് എന്റെ അച്ഛനമ്മമാർ എന്നെ കൊണ്ടുപോയി. പക്ഷെ പിന്നീട് ലൈഫിന്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇനിയും വേദന സഹിക്കാൻ വയ്യ, ഇനിയും ലൈഫിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ ഇതാണ് ലൈഫിന്റെ എൻഡ്, എല്ലാം തീർന്നു എന്ന് തോന്നിയ ആ ഒരു സിറ്റുവേഷനിൽ എന്റെ ചിന്തകളിൽ വളരെ മാറ്റം വന്നു. എന്റെ ചിന്തകൾ പോസിറ്റീവായി. അത്രയും വേദനയിലും ഞാൻ വളരെ എൻജോയ് ആയി, എന്റർടൈൻമെന്റ് കണ്ടെത്താനും വളരെ എല്ലാവരോടും വളരെ കൂൾ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ അഡ്മിറ്റ് ആക്കി ഹോസ്പിറ്റലിലെ നേഴ്സുമാരുമായിട്ട് ഞാൻ വളരെ കമ്പനിയായി. അവരുമായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിക്കാനും അവരോട് ഭയങ്കരമായിട്ട് ചിരിച്ച് ചിരിച്ച് സംസാരിക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. അന്ന് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ ആണോ മാനിഫെസ്റ്റേഷൻ ആണോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് എണീറ്റിരിക്കാൻ തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ പതുക്കെ ധ്യാനം സ്റ്റാർട്ട് ചെയ്തു. അത് ധ്യാനമാണെന്ന് പോലും എനിക്കറിയില്ല. അതൊക്കെ മനസ്സിലായത് ഈ അടുത്ത് വന്ന കാലങ്ങളിലാണ്. കണ്ണടച്ച് ഞാൻ എന്റെ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ച് കുറച്ചു നേരം ഇരിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ നടക്കാൻ തുടങ്ങി. പുറത്തു പോയി എന്റെ കൂട്ടുകാരുമായിട്ട് എൻഗേജ്ഡ് ആവാൻ തുടങ്ങി. പുറത്തുപോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്റെ ലൈഫിലേക്ക് ഞാൻ തിരിച്ചു വരികയുണ്ടായത്. പെട്ടെന്ന് ആ മാറ്റം വളരെ പെട്ടെന്നായിരുന്നു. ഈ 4 വർഷം എന്റെ ജീവിതത്തിൽ അങ്ങനെ പോയി എങ്കിൽ കൂടിയും എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം വളരെ പെട്ടെന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് മാറാൻ സാധിച്ചത് എന്ന് അന്ന് ഞാൻ കാര്യമായി ചിന്തിച്ചില്ല. അച്ഛനമ്മമാര് കരുതി അവർ ചെയ്ത മരുന്നിന്റെ ഫലമായിരിക്കാം. പക്ഷെ അവര് പറഞ്ഞു എനിക്ക് തന്നെ എന്നെ ഹീല് ചെയ്ത് എന്റെ വേദനയെ മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് അവരെന്നോട് പലതവണ പറഞ്ഞു. കാരണം അവർക്കൊക്കെ പെയിൻ വരുന്ന സമയത്ത് അവര് പറയും ഞങ്ങളുടെ കൈകളിൽ ഒന്ന് പിടിച്ച് പ്രാർത്ഥിച്ചേ എന്ന് പറയുമ്പോ അത് സക്സസ് ആവുന്നുണ്ടായിരുന്നു. കാരണം ഒരു ഹീലിംഗ് പവർ നമുക്കുണ്ട്. പക്ഷെ അതൊരു ഒരു ഒരു എന്താ പറയാ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്നിലുള്ള ഹീലിംഗ് പവർ എന്താണോ അത് തന്നെ എല്ലാവരിലും ഉണ്ട്. അത് എനിക്ക് മാത്രമായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ ലൈഫില് കല്യാണം കഴിഞ്ഞു, ജോലിയായി, മക്കളായി, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു ലൈഫുമായിട്ട് ഞാൻ പോകുന്ന സമയത്ത് മെഡിറ്റേഷനോ ലോ ഓഫ് അട്രാക്ഷനോ മാനിഫെസ്റ്റേഷനോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതൊക്കെ ഞാൻ എവിടേക്ക് വെച്ച് അതങ്ങ് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ലൈഫിൽ അടുപ്പിച്ചടുപ്പിച്ച് എന്റെ ഭർത്താവിന് ആക്സിഡന്റ് വരാൻ തുടങ്ങി. ആ ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ലാസ്റ്റ് ഒരു നാല് വർഷം അടുപ്പിച്ച് ഒരേ സമയത്ത് ആക്സിഡന്റ് ഉണ്ടായി. ആ ലാസ്റ്റ് വന്ന ആക്സിഡന്റിൽ 1.5 വർഷത്തോളം അദ്ദേഹം കിടന്നുപോയി. ആ കിടന്നുപോയ അവസരത്തില് ഞാൻ ഒരുപാട് കരഞ്ഞു. ഈശ്വരനോട് സാധാരണ ആൾക്കാർ പറയുന്നത് പോണക്ക് എന്താണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ. ഏതൊരു വ്യക്തിയും കരയുന്ന പോണക്കും പ്രാർത്ഥിക്കുന്ന പോണക്കും ഞാനും പ്രാർത്ഥിച്ചു. ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാൻ പോയി വഴിപാടുകൾ ചെയ്തു. പക്ഷെ ഒരു കാരണവശാൽ ഇതിൽ നിന്നൊന്നും റിക്കവർ ആകാൻ ആ സമയത്ത് എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണ് എന്റെ ചിന്തകൾ എന്നെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഒരു വിഷമം വന്നു, ആ വിഷമത്തെ അതിജീവിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെയുള്ള വീണ്ടും വീണ്ടും നിരന്തരമായി ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുവെന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും എന്റെ റിലേറ്റീവ്സിനോടും ഒക്കെ പറയുന്ന സമയത്ത് അവര് പറയും പണ്ട് നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ നീ അതിൽ നിന്ന് റിക്കവർ ആയത് എങ്ങനെയാണ്, നിനക്ക് എങ്ങനെയാണ് അന്ന് നിന്റെ ഇഷ്യൂസിനെ ഒക്കെ ഹീൽ ചെയ്യാൻ സാധിച്ചത്, എന്തുകൊണ്ട് നീ ആ മെത്തേഡ് ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. ശരിയാണല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് അറിയാമല്ലോ, അതെന്തുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ തന്നെ എന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. ആ തിരിഞ്ഞു നോട്ടത്തിൽ നിന്നുമാണ് എന്റെ ഹസ്ബൻഡ് എണീറ്റ് നടന്നത്. അദ്ദേഹത്തിന് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും മാനിഫെസ്റ്റേഷൻ എന്താണെന്നും പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് ഫോളോ ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു.
അദ്ദേഹത്തിന്റെ ലൈഫിൽ വളരെ മാറ്റം ഉണ്ടായി. അദ്ദേഹം എണീറ്റ് നടക്കുന്നുണ്ട്, ഇപ്പൊ വണ്ടി ഓടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒന്നും തന്നെ ബാക്കിയില്ല. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഈ നഷ്ടപ്പെട്ട ഇതിൽ എനിക്ക് വിഷമമില്ല. മറിച്ച് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ, എന്താണോ എന്റെ പ്രസന്റ് മൊമെന്റ് അതിൽ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി രൂപം കൊടുത്തു. പോസിറ്റീവ് തിങ്കേഴ്സ് എന്നുള്ളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഒരുപാട് പേര് വന്ന് എന്റെ അറിയാവുന്ന റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സും വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ അവർക്കൊക്കെയും ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ ഒരുപാട് മാറ്റം വരുന്നു. അപ്പൊ എന്നോട് അവരിങ്ങോട്ട് സജസ്റ്റ് ചെയ്തു, നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് യൂട്യൂബ് ചാനൽ. അതിനകത്ത് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. എന്റെ മനസ്സിന് ഇഷ്ടം, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും ധ്യാനം എന്താണെന്ന് സംസാരിക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, അതിൽ കൂടി കുറച്ചു പേർക്കെങ്കിലും ഒരു നന്മ ഉണ്ടാവട്ടെ എന്നൊരു ലക്ഷ്യം. അത് മാത്രമേ ഉള്ളൂ എന്റെ ചിന്തയിൽ ഇപ്പൊ. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് ലൈഫിൽ. ഒരു ഘട്ടത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്ത ഒരാളാണ്. ഞാൻ എത്രത്തോളം ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചു പേരെങ്കിലും എനിക്ക് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. കാരണം എന്റെ ലൈഫ് അത്രത്തോളം സ്ട്രഗിളിങ്ങിലൂടെ കടന്നുപോയതാണ്. എന്റെ ചിന്തകളൊക്കെയും എനിക്ക് ദുഃഖം കൊണ്ടു തന്നിരുന്ന ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു. എന്റെ ചിന്തകൾ അത്രയും എന്നെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ചിന്തകൾ മാറ്റി ഞാൻ ഹാപ്പി ആകാൻ എപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്തോ അപ്പം മുതൽ ഞാൻ ഹാപ്പി ആയി തീർന്നു. എന്റെ സന്തോഷം എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ ലുക്കിൽ മാറ്റം വന്നു, എന്റെ ബോഡി ലാംഗ്വേജിൽ മാറ്റം വന്നു, എന്റെ ബിഹേവിയറിൽ മാറ്റം വന്നു. മൊത്തത്തിൽ എനിക്ക് മാറാൻ സാധിച്ചു. ഇനി മുന്നോട്ടുള്ള എന്റെ ചാനലിൽ എന്റെ വീഡിയോസും ഇതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും. ഈ വീഡിയോസിന്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്താം. വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഇനിയുള്ള മുന്നോട്ടുള്ള ക്ലാസ്സുകൾ അല്ല മുന്നോട്ടുള്ള വീഡിയോസും ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ അതെന്താണ്, അത് എത്രത്തോളം എന്നെ ലൈഫിൽ എന്നെ പോസിറ്റീവ് ആക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏതൊരു വ്യക്തിക്കും സങ്കടങ്ങളിൽ നിന്ന് എങ്ങനെ ചിന്തകളിലൂടെ പോസിറ്റീവ് ആകാം, ആ പോസിറ്റീവ് കാര്യങ്ങൾ എങ്ങനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാം, നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അട്രാക്ട് ചെയ്തെടുക്കാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇനി മുന്നോട്ട് ഞാൻ ഇടുന്നതാണ്. ഇനിയിപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.